ഭരണഘടനയും ജനാധിപത്യ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുമെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് 30 വെള്ളിക്കാശിന് സ്ഥാനാർത്ഥികളെ തൂക്കി വിൽക്കുന്ന കാഴ്ച കേരളത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കുതിര കച്ചവടം. ചാലക്കുടിയിൽ MLA സനീഷ് കുമാർ ജോസഫ് തന്നെ നേരിട്ടാണ് സാമ്പത്തിക തിരിമറി നടത്തി സീറ്റ് നൽകിയത്. ഗത്യന്തരമില്ലാതെ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് DCC ജനറൽ സെക്രട്ടറി PA ആന്റോയും. ഇടുക്കി അടിമാലി ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി നിർണയത്തിലും പേയ്മെന്റ് സീറ്റ് വിവാദം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. നഗരത്തിലുടനീളം സേവ് കോൺഗ്രസ് പോസ്റ്ററുകൾ പതിച്ചു കഴിഞ്ഞു. സ്ഥാനാർത്ഥിക്കെതിരായ വികാരവും അണികൾക്കിടയിൽ ശക്തമാവുകയാണ്. എന്നാൽ KC വേണുഗോപാലും VD സതീശനും അടങ്ങിയ ഉന്നത നേതൃത്വം അറിയാതെയാണ് ഈ കുതിരക്കച്ചവടമെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. ജനങ്ങളുമായുള്ള ഇടപെടലുകളോ പാർട്ടിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളോ സീനിയോറിറ്റിയോ ഒന്നും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു ഘടകമേ ആകാത്ത കാഴ്ച. മാനദണ്ഡം പണം മാത്രം. പാവപ്പെട്ടവന്റെ പാർട്ടി എന്ന് അഖിലേന്ത്യാ നേതാക്കൾ വീമ്പിളക്കുമ്പോൾ യഥാർത്ഥത്തിൽ പണമുള്ളവന്റെ മാത്രം പാർട്ടിയായി മാറിയിരിക്കുകയാണ് കോൺഗ്രസ്. ജനകീയ അടിത്തറയുള്ള നേതാക്കൾ പുറത്തേക്ക് പോകുമ്പോൾ പാർട്ടി നേതൃത്വത്തിന്റെ ഈ പണത്തോടുള്ള ആർത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന്റെ വിജയ സാധ്യതകളെ പ്രതികൂലമായും ബാധിക്കുമെന്ന് ഉറപ്പാണ്.